നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നിട്ട് മോളൊരു തീരുമാനത്തിലെത്തും. ഒന്നിനും ഞങ്ങളാരും നിർബന്ധിക്കില്ല. വാ പാർവതി. മുത്തശ്ശി എന്തോടി പേടിച്ചു പോയല്ലോ? ഓ, മുത്തശ്ശി ഇവിടെ ഫോണും കുത്തിക്കൊണ്ടിരിക്കുകയാണോ? ഞാൻ ആ കിഴക്കേലെ ശാരദ ഒന്ന് വിളിക്കാൻ നോക്കിയതാ. എടി, അവളും മരുമോളും തമ്മിൽ ഇന്നലെ പൊരിഞ്ഞ വഴക്കായിരുന്നു. അതറിഞ്ഞപ്പോ ഒന്ന് വിളിച്ചന്വേഷിക്കണ്ടേ? പിന്നെ വേണം. മുത്തശ്ശി ഇവിടെ അയൽക്കാരുടെ വീട്ടിലെ വഴക്കം കണ്ട് സന്തോഷിച്ചിരുന്നു. നാട്ടുകാർ ഇതിലും കൂടുതൽ ചിരിക്കാൻ പോകുന്ന കാര്യങ്ങളാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തോന്ന് നടന്നെന്നാ? ആ വിവരം കെട്ട ചെറുക്കം വന്നൊരു കല്യാണാലോചന നടത്തി. അതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്നാലേ അത് നടത്താനുള്ള പ്ലാനില അച്ഛനും അമ്മയും. ആ ദേവികയുടെ കല്യാണക്കാര്യം പറയുന്നതേ കേട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഇത് എന്തിന്റെ കേടാ? മരുമകളെ കെട്ടിച്ചുവിടാൻ നടക്കുന്ന നോണം കെട്ട രണ്ടെണ്ണം. സ്വന്തം മകളുടെ കാര്യത്തിൽ ആ ഒരു വിചാരമേ ഇല്ല. മുത്തശ്ശി, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കണം. നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അത് ചെയ്യും. അവൾ അങ്ങനെ സുഖിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നേരത്തെ പോലെ സുധീട്ടന്റെ ആത്മാവ് കേറിയതായിട്ട് മുത്തശ്ശി ഒന്ന് അഭിനയിച്ചാ മതി. അതാവുമ്പോ ആ ദേവികയ്ക്കും വിശ്വാസാവും. കഴിഞ്ഞ പ്രാവശ്യം തന്നെ മനോഹരന് ചെറിയൊരു സംശയം തോന്നിയിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. എടി, അന്നത്തെ അവന്റെ മറുപടിയൊക്കെ നീ കേട്ടതല്ലേ? അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ പരിഹാരം അവൾ എന്തെങ്കിലും ചെയ്തോ? മുത്തശ്ശി നന്നായിട്ടൊന്ന് അഭിനയിച്ചാ മതി. കല്യാണക്കാരിയാവുമ്പോ ആർക്ക് സംശയം തോന്നില്ല. ഞാനത് തഞ്ചവും തരവും നോക്കി വേണ്ടതുപോലെ ചെയ്തോളാം. നീ സമാധാനപ്പെട്. എങ്ങനെയായാലും എനിക്ക് അവളുടെ കല്യാണം മുടക്കണം, അത്രേ ഉള്ളൂ. നമ്മളത് മുടക്കിയിരിക്കും. അത്രേ ഉള്ളൂ. ആ മരുമനെ, സുഖല്ലേ നിനക്ക്? നീ എന്താടാ ഇങ്ങോട്ടൊന്നും ഇറങ്ങാത്തത്? വരാമാവാ, ഹോസ്പിറ്റലിൽ തിരക്കറിയാലോ. ഞാൻ വിചാരിച്ചു പൊന്നുമനയുടെ കാര്യം പറഞ്ഞ് ഞാൻ തന്നെ ബുദ്ധിമുട്ടിക്കുന്നോണ്ടാ ഇങ്ങോട്ട് വരാത്തതെന്ന്. എന്താ അമ്മാവി പറയുന്നത്? എനിക്കെന്ത് ബുദ്ധിമുട്ട്? അവളെ കണ്ടുപിടിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമല്ലേ? ഞാൻ വേണ്ടത് ചെയ്യുന്നുണ്ട്. പൊന്നുമണി എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടെത്തും. ഇപ്പൊ എനിക്ക് ഉറപ്പാടാ മരുമോനെ, അവള് വരും. ഞാനേ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയപ്പോ നമ്മുടെ ആ പണിക്കരെ ഒന്ന് കണ്ടായിരുന്നു. അയാള് കബഡി നടത്തിയൊക്കെ നോക്കി. അമ്മാവൻ എന്തിനാ ഇതിന്റെയൊക്കെ പുറകെ പോകുന്നത്? അവര് വെറുതെ വായി തോന്നുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. അതാണല്ലോ അവരുടെ ജീവിതമാർഗം. അങ്ങനെ അല്ലടാ മരുമോനെ, അയാള് പറഞ്ഞതേ അവളൊരു യാത്രയിലാണെന്നാ, നമ്മുടെ അടുത്തേക്കുള്ള യാത്ര. ഇപ്പൊ അമ്മാവൻ ആശ്വാസമായി കാണുമല്ലോ അല്ലേ? അതേടാ, ആ ആശ്വാസത്തിലും പ്രതീക്ഷയില്ല ഞാനിപ്പോ. ആ ശങ്കരേട്ടാ, ആരാ? പെങ്ങളെ, ദേ മോനെ സംസാരിക്കും. മോനെ, അമ്മേ. നീ ഇന്ന് ആശുപത്രിയിൽ നിന്ന് നേരത്തെ വന്നോ മോനെ? ഇല്ലമ്മേ, പതിവ് സമയത്ത് തന്നെ എത്തിയത്. അക്ഷരമോള് ശ്രുതികുട്ടി എന്തിയേ? രണ്ടുപേർക്കും സുഖമല്ലേ? രണ്ടാളും സുഖമായിട്ടിരിക്കുന്നു. ജയശങ്കർ സാറോ? ആ, സാർ അപ്പുറത്തുണ്ട്. ആ, ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, എടുത്തു വെക്കട്ടെ. ഞാനിപ്പോ വരാം. ആ അമ്മേ, അമ്മയുടെ ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ? വേറെ അസ്വസ്ഥതകളൊന്നും ഇല്ലല്ലോ? കുഴപ്പമൊന്നുമില്ല മോനെ. ശങ്കരമാവൻ ഞാൻ തന്ന മെഡിസിൻ ഒക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ?
തന്നെ. ആ. ഉം. ഇത് അമ്മയാ. മനസ്സിലായി എന്റെ അമ്മയാ. മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഫോൺ ചോദിച്ചത്. ഉം. അമ്മേ, മോള് മോളെ അക്ഷര മോളെ അമ്മയ്ക്കും അമ്മാവനും സുഖാണോ? സുഖായിരിക്കുന്നു മോളെ. ഞങ്ങളിപ്പം മോളുടെ കാര്യം ചോദിച്ചതേ ഉള്ളൂ. ഞാൻ കേട്ടു. ഇനി എന്നാ മക്കൾ ഇങ്ങോട്ട് വരുന്നേ? ഞാൻ എന്നും നോക്കിയിരിക്കുവാ. വരാം അമ്മേ, ഇടയ്ക്ക് വന്നോളാം. അമ്മ ഭക്ഷണം കഴിച്ചോ? ഇല്ല മോളെ, കഴിക്കണം. നിങ്ങൾ കഴിക്കാൻ തുടങ്ങുമല്ലായിരുന്നോ? എന്നാ കഴിച്ചോ. ശരി, ഞാൻ ഫോൺ കൊടുക്കാം. ആ എന്നാ ശരിയമ്മേ, ഞാൻ വിളിച്ചോളാം. അമ്മാവനോടും പറഞ്ഞേക്ക്. ആ ശരി മോനെ. ആ താങ്ക്സ്. ഞാൻ ഭക്ഷണം എടുക്കാം. ശങ്കരേട്ടാ, അക്ഷരമോള് എന്നെ അമ്മയെന്ന് വിളിച്ചു. ഒത്തിരി സംസാരിച്ചു. സംസാരിക്കും പെങ്ങളെ. സമയം മാറി വരുമ്പോ എല്ലാം കറങ്ങി തെളിയും. എന്റെ ദൈവമേ. ചേച്ചിയമ്മ, എടാ മോനെ, നീ എന്താ ഇങ്ങനെ ചടഞ്ഞുകൂടി നിൽക്കുന്നത്? പോയി കിടന്നുറങ്ങ്. ഉറക്കം വരണ്ടേ ചേച്ചി? നിന്റെ ഇഷ്ടം പോലെ മയൂരിയുമായിട്ടുള്ള കല്യാണം വേണ്ടെന്ന് വെച്ചു. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? ഈ ഉറക്കമില്ലായ്മയുടെ കാരണം അതൊന്നും അല്ല ചേച്ചിയമ്മ, ആ ദേവിക. ആണോടാ മോനെ സിദ്ധു? നീ കരുതുന്നത് പോലെ ദേവികയോട് എനിക്ക് ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല. ആ കുട്ടിയോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. പക്ഷെ ആ സഹതാപത്തിന്റെ പേരിൽ നിന്റെ ഭാര്യയായിട്ട് അവളെ ഈ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റാൻ ഞങ്ങൾക്ക് ഭയമാ. ഭയോ? എന്തിന്? എടാ, അവക്ക് ജാതകദോഷമുണ്ട്, ഭർത്താവ് വാഴത്തില്ല. അതൊന്നും നോക്കാതെയാ നിത്യയുടെ ഏട്ടനുമായിട്ടുള്ള അവളുടെ കല്യാണം നടത്തിയത്. അതെ മോനെ, ആ നിത്യ തന്നെയാ ഞങ്ങളോട് ഇത് പറഞ്ഞതും. ഈ 21-ാം നൂറ്റാണ്ടിലും ഇതൊക്കെ വിശ്വസിച്ച് നടക്കുന്ന നിങ്ങളെ സമ്മതിക്കണം. അങ്ങനല്ലടാ, ജ്യോതിഷം ശാസ്ത്രമാ. അറിവുള്ളവര് ഗണിച്ച് പറഞ്ഞാൽ അത് അച്ചട്ടായിരിക്കും.